മൂർക്കനാട് സ്കൂൾ കടവ് പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി, മൂർക്കനാട് ബ്രാഞ്ച് കമ്മിറ്റി ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അരീക്കോട് മുതൽ ഈ മൂർക്കനാട് സ്കൂൾ കടവ് പാലം വരെയാണ് അവരുടെ പ്രതിഷേധം. CPM നേതൃത്വം നൽകുന്ന സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രതിഷേധം എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധവുമായി നിങ്ങളിപ്പോൾ രംഗത്ത് വന്നത്? മൂർക്കനാട് സ്കൂൾ കടവ് പാലം തകർന്നിട്ട് 6 വർഷമായി. ആ പാലം തകർന്ന ദിവസമാണിന്ന്. 2018 പ്രളയത്തിൽ ആഗസ്റ്റ് മാസം 9-ാം തീയതി പുലർച്ചയ്ക്കാണ് ഈ പാലം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിനു മുമ്പ് ഈ പാലം ഉണ്ടാക്കുന്നത് 2009-ലാണ്. ഈ 2009 മൂർക്കനാട് സുബ്ലി സലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 കുട്ടികൾ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അന്ന് ഭരിച്ചിരുന്ന ഇടതുമുന്നണി സർക്കാർ സഖാവ് VS-ന്റെ നേതൃത്വത്തിലാണ് ഈ പാലം ഉണ്ടാക്കുന്നത്. അങ്ങനെ പാലം ഉണ്ടാക്കി 2018 പ്രളയത്തിൽ പാലം ഒലിച്ചുപോയി. ആ ഒലിച്ചുപോയ സമയത്തിന് 2019 ബജറ്റിൽ, കേരള ബജറ്റിൽ 2 ഹെഡുകളിലായിട്ട് 6,30,00,000 രൂപ പൊതുമരാമത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പൊതുമരാമത്തിൽ വെച്ചിട്ടുള്ള ഫണ്ട് പൊതുമരാമത്തിൽ നിർമ്മിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫണ്ട് LSTDയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇവിടുത്തെ സ്ഥലം MLA. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു MLA വലിയ വികസനം വേണ്ട, ചെറിയ വികസനം മതി എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറനാട് MLA ആയിരിക്കും. അങ്ങനെ അത് കത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ പാലം രണ്ടാമത് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ LSTDയിലേക്ക് ഇത് മാറ്റുകയാണ്. അങ്ങനെ ഇവിടുത്തെ ആളുകളുടെയൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പാർട്ടി ഇടപെട്ടുകൊണ്ട് പൊതുമരാമത്തിൽ 6 കോടിക്ക് ഒരു എസ്റ്റിമേറ്റ് പാസ്സാക്കി ഒരു കോൺക്രീറ്റ് പാലം. ഇവിടെ ഒരു കോൺക്രീറ്റ് പാലത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഒരു പ്രളയം വന്ന സമയത്തൊക്കെ വലിയ പ്രയാസത്തിലാണ്. ഒരു തൂക്കുപാലം വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ആളുകൾക്ക് നടന്നു പോകാൻ വലിയ പ്രയാസം ഉണ്ടാവും. അത്ര വലിയ കുത്തൊഴുക്കാണ് ഈ ചാലിയാർ പുഴയ്ക്ക്. അപ്പോൾ ആ ചാലിയാർ പുഴയ്ക്ക് മീതെ ഒരു ചെറിയ തൂക്കുപാലം വെച്ചുകൊണ്ട് ജനങ്ങൾക്ക്, ചെറിയ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ സുബ്ലി സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 3000-ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ പാലം, ഒരു തൂക്കുപാലമാണെങ്കിൽ, അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള സ്ത്രീകൾ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും പെട്ടെന്ന് അരീക്കോട്ടേക്ക് കടക്കാനുള്ളൊരു മാർഗം കൂടിയാണ് ഞങ്ങൾക്ക്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ അതൊക്കെ തന്നെ അരീക്കോടാണുള്ളത്. അങ്ങനെ അരീക്കോട്ടേക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം ഇതൊരു ചെറിയ തൂക്കുപാലത്തിൽ അവസാനിപ്പിക്കരുത്. ഇത് വികസനം എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ്. ഒരു ഇന്നത്തേക്കോ അല്ലെങ്കിൽ നാളത്തേക്കോ അല്ല, കുറച്ച് അപ്പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയണം വികസനം എന്ന് പറയുന്നത്. സർക്കാർ ഫണ്ട് തരാൻ തയ്യാറായിട്ട് പോലും എന്തിന് ആണ്, ഞങ്ങളുടെ ചോദ്യതാണ്, എന്തിനാണ് ഈ പാലം ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുക്കണേ? അതുപോലെ തന്നെ ഇത് പൊതുമരാമത്ത് ഭരണാനുമതി വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് യൂത്ത് ലീഗിന്റെ ഉറങ്ങാട്ടിരി പഞ്ചായത്ത് സെക്രട്ടറി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നത്. അങ്ങനെ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് അനുകൂലമായി ഒരു വിധി വരികയും ഈ പാലം LSTD ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു അവർക്കൊരു ഉത്തരവ് കിട്ടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സർക്കാർ ഇത് LSTDയിലേക്ക് മാറ്റി. 2021-ലാണത്. 2021 ശേഷം ഇത് 2024-ആയി. പിന്നെയും 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷമായിട്ടും ഇത് ടെൻഡറുകൾ പല പ്രാവശ്യം വിളിച്ചു, പല തവണ വിളിച്ച സമയത്തൊന്നും തന്നെ ആളുകൾ പങ്കെടുക്കുന്നില്ല, ആളുകൾ ഏറ്റെടുക്കുന്നില്ല. ടെൻഡർ ഏറ്റെടുത്ത ആൾ വീണ്ടും റീടെൻഡർ ആവുകയാണ്, വീണ്ടും ടെൻഡർ ആവുക. അവസാനം എടുത്ത ടെൻഡറുകളൊക്കെ ക്യാൻസലായി. രണ്ടാമത് വീണ്ടും ഇപ്പോൾ ഒരു ടെൻഡർ വിളിച്ചിട്ടുണ്ട്. എന്താണ് MLA ഇതിന് പറയുന്ന തടസ്സം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇതിലിപ്പോൾ MLAക്ക് മാത്രമായിക്കോളൂ, സംസ്ഥാന സർക്കാരിന് കൂടി ഉത്തരവാദിത്തം വരില്ല? ഇത്രയും വർഷമായിട്ട് ഇത് ഈ പാല നിർമ്മാണം അനന്തമായി നീളുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് നൽകുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതേസമയത്ത് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതായത് ഇത് ഹൈക്കോടതിയിൽ ഇത് കേസ് കൊടുത്ത സമയത്ത് അതിനെതിരെ സർക്കാരിന് പോയിക്കൊണ്ട് ഇത് പാലം PWD നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വേണമെങ്കിൽ സർക്കാരിന് ചെയ്യാമായിരുന്നു. ആ ഒരു ഇടപെടൽ സർക്കാർ ചെയ്തിരുന്നെങ്കിൽ ഒരു സംശയമില്ല, ഇത് PWD ഏറ്റെടുക്കും. PWD ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നല്ലൊരു കോൺക്രീറ്റ് പാലം ഇവിടെ വരും, യാതൊരു സംശയമില്ല. നിങ്ങളുടെ ആവശ്യം സർക്കാർ തന്നെ ഇടപെട്ട വേഗത്തിൽ പാലം പണി പൂർത്തിയാക്കണം. അതെ, സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു ടെൻഡർ നടന്നിട്ടുണ്ട്. ആ ടെൻഡർ ജനുവരി മാസം 2024 ജനുവരി മാസത്തിൽ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റ് ചെയ്ത വർക്ക് പോലും ഇപ്പോൾ 8-ാം മാസമാണിത്. ഈ ജനുവരി തുടങ്ങിയിട്ട് 7 മാസം കഴിഞ്ഞു. MLA പറയുന്നത് എന്താ? പ്രളയം വന്നു. പ്രളയം എപ്പോഴാണ് വന്നത്? ജൂൺ മാസത്തിലാണ് വന്നത്. ജൂൺ മാസം വരെ നല്ല തിളച്ച വേനല. ആ വേനൽക്കാലത്ത് പോലും ഇതിന്റെ പണി തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് ഇത് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് PWD ഏറ്റെടുക്കണം, നല്ലൊരു കോൺക്രീറ്റ് പാലം വരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ. കാരണം വെച്ചാൽ ഇത് അപകട സാധ്യതകളാണ്. അപകടം വന്നതിന് ശേഷം നമ്മൾ ഒരു സംഗതി ചെയ്തിട്ട് കാര്യമില്ല. ഒരു അപകടം വരുന്നതിന് മുമ്പ് ഇടപെടണം. അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്, ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. ഇവിടെ MLA എന്നുള്ളവർക്ക് ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് പഞ്ചായത്ത് റോഡാണ് എന്നുള്ള
പിന്നെ ചെറിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തിയത്. പക്ഷേ MLA വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തന്നെ അപ്രോച്ച് റോഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. യാതൊരു സംശയമില്ല. ജനപ്രതിനിധികളും എല്ലാ ആളുകളും ഇത് കൊടുക്കാൻ തയ്യാറായി. ഇതിന് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ തന്നെ സ്ഥലം വിട്ടുകൊടുക്കാൻ എഴുതി തന്നിട്ടുണ്ട്. യാതൊരു സംശയമില്ല. എത്ര സ്ഥലം വേണമെങ്കിൽ തയ്യാറാണ്. ബഷീറാക്ക തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ MM ബഷീർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്തിനും റെഡി ആയിട്ടുണ്ട്. നടപ്പാലല്ല ഇപ്പൊ നിങ്ങളുടെ ആവശ്യം, ഒരു കോൺക്രീറ്റ് പാലാണ് ആവശ്യം. ഒരു കോൺക്രീറ്റ് പാലാണ് ഞങ്ങൾക്ക് വാഹനഗതാഗതത്തിന് ഉപയോഗിക്കാൻ കഴിയും. വാഹനം വലിയ വാഹനങ്ങൾ പോകുന്ന ഒരു 8 മീറ്ററോ അല്ലെങ്കിൽ 12 മീറ്ററോ എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ അന്ന് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയില്ല. 6 മീറ്റർ നീളത്തിൽ 4 മീറ്റർ നീളവും 1.20 വീതിയിലുള്ള ഒരു ഫുട്പാത്തും 4 മീറ്റർ എന്ന് പറഞ്ഞ വാഹനങ്ങൾക്ക് പോകാനും ഒരു സൈഡിലൂടെ 1.20 വീതിയിലുള്ള ഒരു ഫുട്പാത്തും എന്നുള്ള രീതിയിൽ എസ്റ്റിമേറ്റാണ് നമ്മൾ റെഡിയാക്കിയിരുന്നത്. അന്ന് ഡിസൈൻ ചെയ്തിരുന്നു. ഡിസൈൻ ചെയ്ത് എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഭരണാനുമതിക്ക് വേണ്ടി ഒരു ദിവസം നിൽക്കുന്ന സമയത്താണ് ഇത് കേസ് കൊടുക്കുന്നത്. ഇത് ടെൻഡർ, അതാ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ പാലം ടെൻഡർ പിന്നെ പ്രവർത്തനം PWDക്ക് നൽകാൻ വേണ്ടിയിട്ട് LSTD ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇത് LSTD തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോടതി ഉത്തരവ് വരുന്നതും അതുപോലെ തന്നെ LSTD ഭരണാനുമതി കൊടുക്കുന്നതും അതിലൊരു വിധി വൈപരീത്യം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രതിഷേധം തുടരും ഈ പാലം പണി? തീർച്ചയായിട്ടും. ഇത് ഇപ്പൊ ഞങ്ങൾ ഇന്ന് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ സമരം. ഇത് ഞങ്ങൾ പാർട്ടി മെമ്പർമാരും അത് ഏറ്റവും അടുത്തുള്ള പാർട്ടി കുടുംബങ്ങൾ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുത്തുള്ളത്. ഇത് ഈ ജനങ്ങളുടെ മൊത്ത പ്രശ്നമാണ്. ആ ഒരു മൊത്ത പ്രശ്നമാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സമരം ഞങ്ങൾ തുടരും. ഇത് എന്തായാലും ഈ പാലം നാട്ടുകാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. 6 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇനി ഒരു ദിവസം പോലും കാത്തിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇതാണ് CPMന്റെ നിലപാട്. CPM മൂർക്കനാട് ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. നടപ്പാലത്തിന് പകരം കോൺക്രീറ്റ് പാലം തന്നെ നിർമ്മിക്കണമെന്ന ആവശ്യം, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച്.